എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 2091 ദിവസത്തെ മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഒരു നിമിഷത്തെ മൗന പ്രവചനം. നന്ദി. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും സമാദരണീയനായ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹരിഹരൻ നായർ സാറിന്റെ ശതാഭിഷിക്തനാവുകയാണ്. അപ്പോൾ ഈ ഒരു ദിവസം അദ്ദേഹം ഹോമിയോപ്പതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. ഹോമിയോപ്പതിയുടെ പ്രത്യേക താല്പര്യമുള്ള ആളാണ്. അത്ര ഹോമിയോപ്പതി ഡോക്ടർമാരെക്കാളും കൂടുതൽ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇത്തരണത്തില് അദ്ദേഹത്തിന്റെ ഈ ഒരു ശതാംശത IFPH തീർച്ചയായിട്ടും ആഘോഷിക്കുക തന്നെയാണ്. ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനായിട്ട് നമ്മുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയേട്ടൻ ശ്രമിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ IFPH ഈ നമ്മുടെ കാലഘട്ടത്തിലെ പ്രത്യേക ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ തുടങ്ങിയപ്പോൾ നമുക്കൊപ്പം എന്നും നിലകൊണ്ടിട്ടുള്ള സമാധാരണീയനായ ഒരു ഒരു നേതൃത്വമാണ്, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന ഒപ്പീനിയൻ മേക്കർ ആയിട്ടുള്ള ഒരു സമാദരണീയനായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് റിട്ടയർഡ് ജസ്റ്റിസ് ഹരിഹരൻ നായർ സാർ. അദ്ദേഹം നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയുടെ എത്തിക്കൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ചെയർമാനാണ്. അദ്ദേഹം ഹോമിയോപ്പതിയുടെ പക്ഷത്ത്, ഹോമിയോപ്പതിയുടെ നന്മയ്ക്കായിട്ട് ഹോമിയോപ്പതി കൊണ്ട് സമൂഹത്തിനുണ്ടാകുന്ന ഗുണങ്ങളെ തുറന്നു കാണിക്കുന്നതിനും അതിനുവേണ്ടി നിലകൊള്ളുന്നതിനും നമ്മുടെ എല്ലാ പ്രത്യേക പരിപാടികളിലും നമ്മുടെ പ്രത്യേക ക്ഷണിതാവായിട്ട് അദ്ദേഹത്തെ നമ്മൾ സ്വീകരിക്കുകയും അദ്ദേഹം നമ്മളോടൊപ്പം പങ്കുചേരുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ വലിയൊരു ഒരു ഒരു ബ്ലെസ്സിങ് ആയിട്ട്, അനുഗ്രഹമായിട്ട് ഒരു പ്രത്യേക നാഴികക്കല്ല് കടന്നിരിക്കുകയാണ്. 1000 പൂർണ്ണ ചന്ദ്രന്മാരെ കണ്ട ജീവിച്ചിരിക്കുന്ന വ്യക്തികളിൽ ഒരു വ്യക്തിത്വമായിട്ട് അദ്ദേഹം മാറിയിരിക്കുകയാണ്. അപ്പോൾ സമൂഹത്തിന്റെ നാനാ തുറയിലുള്ളവര് അദ്ദേഹത്തെ അതിൻ്റെ ആ നന്മയുടെ രൂപമായിട്ടുള്ള ജസ്റ്റിസ് ഹരിഹരൻ സാറിനെ ആദരിക്കുന്നുണ്ട്. അപ്പോൾ ആ ആദരണീയം നമ്മുടെ ഏറ്റവും എന്നും നമ്മുടെ കൂടെ നിന്നിട്ടുള്ള നമ്മുടെ ജസ്റ്റിസ് ഹരിഹരൻ സാറിനെ ആദരിക്കുന്നതിന് നമ്മളും ഈ വെബിനാർ ദിവസം ഇന്ന് ഉപയോഗപ്പെടുത്തുകയാണ്. ജസ്റ്റിസ് ഹരിഹരൻ സാറിനെ നമ്മുടെ ഇതുവരെ അദ്ദേഹത്തിന് വളരെ പ്രഗത്ഭരായിട്ടുള്ള നേതൃത്വമുള്ള ഈ കേരള ഇന്റർനാഷണൽ സെന്റർ, നമ്മുടെ ലോകപ്രശസ്തനായ അറിയപ്പെടുന്ന റിട്ടയർഡ് അംബാസഡർ TP ശ്രീനിവാസൻ നായർ നയിക്കുന്ന കേരള ഇന്റർനാഷണൽ സെന്റർ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശതാഭിഷേകത്തിന് ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അഭിജിത്ത് ഫൗണ്ടേഷൻ, അത് പ്രൊഫസർ ജോർജ് ഓണക്കൂർ ചെയർമാനായിട്ടുള്ള അഭിജിത്ത് ഫൗണ്ടേഷൻ അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ഹിന്ദി സാഹിത്യ അക്കാദമി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. നമ്മളും ആ ലിസ്റ്റിൽ കയറിക്കൂടുകയാണ്. അദ്ദേഹത്തെ ഇന്ന് ആദരിക്കുന്നത് വഴി അദ്ദേഹം അത് അർഹിക്കുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഭാഗത്തു നിന്നാണ് നമ്മളായിരുന്നു അത് ആദ്യം കൊടുക്കേണ്ടിയിരുന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ ഏതായാലും ബെറ്റർ ലേറ്റർ ദാൻ നെവർ എന്നുള്ള രീതിയിൽ നമ്മളത് ഇന്ന് അതിൻ്റെ സമയം സമാഗതമായിരിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ അനുഗ്രഹീത വ്യക്തിത്വത്തിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഏറ്റവും സ്നേഹനിർഭരമായ ഒരു ആശംസ അദ്ദേഹത്തിന് അറിയിക്കുകയാണ്. അദ്ദേഹം ഇനിയും ഒത്തിരി നാൾ ജീവിക്കണമെന്നും കഴിയുന്നത്ര മനുഷ്യന് സേവനം ചെയ്യാൻ ആരോഗ്യത്തോടെ ഇരുന്ന് നമുക്കെല്ലാം പ്രയോജനപ്രദമായ രീതിയിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം പ്രദർശിപ്പിക്കുവാനും അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് കൊണ്ട് നമുക്കെല്ലാം ഗുരുവായിട്ട് മാറിയിരുന്ന് ഗുരുവായിട്ട് തീർന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് പ്രയോജനപ്പെടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തെ ഈ അനുമോദന സമ്മേളനത്തിനോട് ഹൃദയംഗമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യേണ്ടത് നമ്മുടെ പ്രസിഡന്റാണ്, നമ്മുടെ ആദരണീയനായ പ്രസിഡന്റാണ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ പ്രസിഡന്റ്, IFPHന്റെ പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേട്ട് സാറിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും എൻ്റെ വ്യക്തിപരമായ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ
ആശംസകൾ അർഹിക്കുന്നത് നമ്മുടെ ആശംസ നേരാനായിട്ട് എത്തിയിരിക്കുന്ന മുൻ ജില്ലാ ജഡ്ജ് പ്രിൻസിപ്പൽ ലീഗൽ അഡ്വൈസർ KSEBയുടെ അഡ്വൈസർ ആയിട്ടുള്ള മുൻ ജില്ലാ ജഡ്ജ് പ്രിൻസിപ്പൽ ജഡ്ജ് ശ്രീ SH പഞ്ചാബകേശൻ സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ IUPHന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഈ പ്രത്യേക വെബിനാറിലോട്ട് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ RCCയിലെ അഡീഷണൽ ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ സജീദ് ആണ്. ഞാൻ അദ്ദേഹവുമായിട്ട് നേരിൽ സംസാരിച്ചിട്ടുള്ള വ്യക്തിത്വമാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അദ്ദേഹം മനുഷ്യന്റെ നന്മയ്ക്കായിട്ട് RCCയിൽ അഹോരാത്രം പണിയെടുക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ പ്രത്യേക സമ്മേളനത്തിനോട്ട് ഇവിടെ നമ്മളെല്ലാവരുടെയും പേരിൽ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന, ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ് ആയിട്ടുള്ള ശാരദാ കൃഷ്ണ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലൂടെ നമ്മുടെ എല്ലാം ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഡോക്ടർ സുഗതൻ സാറാണ്. ഡോക്ടർ സുഗതൻ NV അവർക്ക് സാറിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ സമ്മേളനത്തിലോട്ട് ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ഹോമിയോപ്പതി ലവേഴ്സാണ് എപ്പോഴും നമ്മുടെ കൂടെ മാർഗദർശിയായിട്ടുള്ള നമ്മുടെ സ്വന്തമായ നമ്മുടെ ഫരീദ് ബാബക്കൻ സാറിനും, അദ്ദേഹം മുൻ അഡീഷണൽ കമ്മീഷണർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് തുടങ്ങിയ തസ്തികകളിൽ അതിവിശിഷ്ടമായ ഗവൺമെന്റ് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. വളരെയേറെ അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ്. IUPHന്റെ ഒരു മുതൽക്കൂട്ടാണ്. ഹോമിയോപ്പതിക്ക് അഭിമാനമായി വർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ ഞാൻ ഹൃദയത്തിലെ പേരിലും IUPHന്റെ പേരിലും നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ വെബിനാറിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ അടുത്ത ഹോമിയോപ്പതി സ്നേഹിയായിട്ടുള്ളത് നമ്മുടെ ഖത്തറിൽ നിന്നുള്ള അബ്ദുൽ സലാം സാറാണ്. IUPHന്റെ Day 1 മുതൽ എന്നും നമ്മളോടൊപ്പം എല്ലാ ദിവസവുമുള്ള, അദ്ദേഹം ഇല്ലാത്ത ചുരുക്കം ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. അപ്പൊ നമ്മളോടൊപ്പം എന്നും ഉണ്ടായിട്ടുള്ള അബ്ദുൽ സലാം സാറിന്, അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ഒക്കെ ഹോമിയോപ്പതി ഡോക്ടർമാരാണ്. ഈ ഹോമിയോപ്പതിക്ക് വേണ്ടി കലവറയില്ലാതെ പിന്തുണ നൽകുന്ന മനുഷ്യസ്നേഹിയായിട്ടുള്ള അബ്ദുൽ സലാം സാറിനെ ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മുടെ എല്ലാവരുടെയും പേരിൽ വെബിനാറിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഇതെല്ലാം എന്നും നടത്തിക്കൊണ്ട് പോകുന്ന നമ്മുടെ ധനേഷ് ഡോക്ടർക്കും, അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത ഡോക്ടർ മനോജ് GSനും, അതുപോലെ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന പങ്കെടുക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഷാജിദ് ഡോക്ടറുടെ സ്വാഗത ആശംസ വളരെ ഭംഗിയായിരുന്നു, നന്നായിട്ട് പറഞ്ഞു, വളരെ സന്തോഷം. നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് കോഹിനൂർ രത്നം കടത്തിക്കൊണ്ടുപോയി. പക്ഷെ ഈ കോഹിനൂർ രത്നത്തിന്റെ പ്രത്യേകത നാൾക്ക് നാൾ നിറം വെക്കും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ഇനിയും കോഹിനൂർ രത്നങ്ങൾ ധാരാളം ഉണ്ട് എന്നുള്ള തെളിവാണ് ഹരിഹരൻ സാറ്. അദ്ദേഹം ഇപ്പോഴും വളരെയധികം നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്ഭുതകരമാണ് സാറിന്റെ പ്രത്യേകിച്ച് ആ സമീപനം. അത് ഒരു കാര്യം വിളിക്കുമ്പോൾ സാറിന്റെ പ്രതികരണമൊക്കെ വളരെ എന്താ പറയാ, തനിക്ക് താനേ തുണയായിടും ജനത്തിന് ഈശൻ തുണയായിടും, തനിക്ക് താൻ പോകുന്ന ജനങ്ങളൊക്കെ തനിക്ക് വേണ്ടി എളിയതും ചെയ്യുന്നുള്ളതാണ്. അപ്പൊ എനിക്ക് സാറിന്റെ ആ പ്രതികരണം കേൾക്കുമ്പോൾ എഴുത്തച്ഛന്റെ വരികളാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മുടെ അധ്യക്ഷനായ സേഡ് സാറിന് ജോയിൻ ചെയ്യാൻ കഴിയില്ല, എന്തോ അത്യാവശ്യം ആയിപ്പോയി തന്നെ വിളിച്ച് അറിയിക്കുകയുണ്ടായി. അപ്പൊ നമുക്ക് ഈ ഇദ്ദേഹത്തിന് ഹരിഹരൻ സാറിന് ആശംസകൾ നേർന്ന ചടങ്ങിലേക്ക് കടക്കാം. നമുക്ക് ആദ്യമായിട്ട് പഞ്ചാബ് സാറിനെ ക്ഷണിക്കും. സാർ. ആണോ? കേൾക്കാം സാർ. കേൾക്കാൻ പറ്റുന്നു? കാണാം സാർ, കേൾക്കാം. ഇതിന്റെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ഡോക്ടർ ഇസ്മയിൽ സേട്ട്, ഡോക്ടർ സജീദ്, ഡോക്ടർ സുഗതൻ, ശ്രീ അബ്ദുൽ സലാം, ഡോക്ടർ ധനേഷ്, ഡോക്ടർ മനോജ്, ഡോക്ടർ ഭാഗ്യലക്ഷ്മി, ഇന്നിവിടെ നമ്മൾ ആദരിക്കുന്ന എൻ്റെ ഗുരുനാഥൻ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ സാർ, ഇതിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട എല്ലാവരുടെയും പേരെനിക്ക് അറിയത്തില്ല, എന്നാലും
അങ്ങേയറ്റം ഞാൻ ബഹുമാനിക്കുന്ന ആ, പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഹരിഹരൻ നായർ സാറ് എനിക്ക് അക്ഷരാർത്ഥത്തില് ഞങ്ങളുടെ തറവാടിലെ വലിയ കാരണവരാണ്. കാരണം ജുഡീഷ്യറി എന്ന് പറയുന്ന ആ മഹത്തായ പ്രസ്ഥാനത്തിലേക്ക് ഞാൻ ഒരു കുട്ടിയാണ്. ഞാൻ ഇപ്പോഴും ഇത്രയും വയസ്സായിട്ട് ഞാൻ അങ്ങനെ എന്നെ കാണുന്നത്. പക്ഷെ സാറ് ഞങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായാൽ ഇത്രയും താല്പര്യത്തോടു കൂടി അദ്ദേഹം ഈ അഭിഭാഷകനായിരുന്നു തിരുവനന്തപുരത്ത് 67 മുതൽ 75 വരെ അദ്ദേഹം അഭിഭാഷകനായിരുന്നു. 1975 അദ്ദേഹം ജുഡീഷ്യൽ സർവീസിൽ മുനിസിപ്പായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യുന്നത്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനൊക്കെ സർവീസിൽ വരുന്ന അത് കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് വരുന്നത്. അദ്ദേഹത്തിന്റെ മുനിസിപ്പായിരുന്നപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ അറിവ് എന്താണെന്ന് എനിക്ക് മനസ്സിലായത്, എനിക്കത് ശരിക്കും നെയ്യാറ്റിൻകര ഞാനും മുനിസിപ്പായിരുന്നു. അപ്പോഴത്തേക്ക് അന്ന് സിവിൽ ലോയെ പറ്റി എനിക്ക് ഒരു ധാരണയും ഇല്ലാത്തൊരു കാലത്താണ് ഞാൻ അവിടെ മുനിസിപ്പാലിറ്റി ചെല്ലുന്നത്. അപ്പൊ അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് ഞാൻ തിരക്കിയത് അവിടെ മുൻപ് ഉണ്ടായിരുന്ന വലിയ അറിവുള്ള ജുഡീഷ്യൽ ഓഫീസേഴ്സ് ആരെന്ന് നോക്കിയപ്പോഴത്തേക്ക് അതിൽ വന്ന ആദ്യത്തെ ഒരു പേരാണ് സാറിൻ്റെത്. അപ്പോ എനിക്ക് അന്ന് അവിടെ നെയ്യാറ്റിൻകര എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ചില ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് അവിടെ ഉണ്ട്. അപ്പോ അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ സാർ അറിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ എങ്കിലും അദ്ദേഹത്തിന്റെ പഴയ വിധിന്യായങ്ങൾ നമ്മൾ അന്ന് ഒരുപാട് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പൊ അവിടെ നിന്നാണ് എനിക്ക് അദ്ദേഹമായിട്ടുള്ള അത് ഏകലവ്യ വിദ്യ പഠിച്ചെന്ന് പറയുന്ന പോലത്തെ ഒരു അനുഭവമാണ് എനിക്കുള്ളത്. ഒരുപാട് ഓഫീസേഴ്സിന് അത് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് തുടങ്ങി അദ്ദേഹം 1975 മുതൽ അദ്ദേഹം ജുഡീഷ്യറിയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 1999 അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിട്ട് അദ്ദേഹത്തിന് എലിവേഷൻ വരുന്നത്. 2003 ഏപ്രിലിൽ അദ്ദേഹം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ കാര്യം പറഞ്ഞതുപോലെ ഹരിഹരൻ സാറ് അതിനുശേഷം ഒരിക്കലും ഈ പ്രവർത്തന മേഖലയിൽ നിന്ന് അദ്ദേഹം മാറി നിന്നിട്ട് എപ്പോഴും ഈ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ആ സ്കോപ്പ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള അങ്ങേയറ്റം ഞാൻ ബഹുമാനിക്കുന്ന ഒരു ന്യായാധിപനാണ് ഹരിഹരൻ നായർ സാർ. മനുഷ്യപരമായിട്ടുള്ള സമീപനം എല്ലാ കാര്യത്തിനകത്തും സാറിനോട് ചോദിച്ചാൽ ഒരു ആൻസർ കിട്ടും. നമുക്ക് ജുഡീഷ്യറിയിൽ ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ഒരു അനുഭവം അങ്ങനെയാണ്. ഏത് കാര്യം ചോദിച്ചാലും സാറിന് കറക്റ്റായിട്ട് ഒരു ആൻസർ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ പിതാവും ഒരു ജുഡീഷ്യൽ ഓഫീസർ ആയിരുന്നു. അദ്ദേഹം മരിച്ചപ്പോൾ ഞാൻ മുട്ടക്കാടുള്ള വീട്ടില് ഞാൻ പോയിരുന്നു. അപ്പോ അത് ഒരുപക്ഷെ ആ പിതാവിൽ നിന്ന് കിട്ടിയ ഒരുപാട് നല്ല ഗുണങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന്റെ ബ്രദർ അറിയപ്പെടുന്ന ഡോക്ടർ, ഒരു മഹാപ്രസ്ഥാനം നടത്തുന്ന ഡോക്ടർ, പത്മശ്രീ ബഹുമാനം കിട്ടിയിട്ടുള്ള ആ ഒരു പാരമ്പര്യം, അങ്ങനെ ഒരുപാട് നമ്മുടെ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണത്. അപ്പോൾ സാറിന് ഇങ്ങനെ ഒരു പിന്നെ ഏറ്റവും ഈശ്വരന്റെ അനുഗ്രഹം ഇനിയും ഒരുപാട് നാള് അദ്ദേഹത്തിന് കിട്ടട്ടെ. വളരെ ഈ കർമ്മരംഗത്ത് ഇനിയും കൂടുതൽ പ്രകാശിക്കാൻ, മനുഷ്യർക്ക് പ്രയോജനമുള്ള, ഉപയോഗമുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ജഗദീശ്വരൻ അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും കൊടുക്കട്ടെ എന്ന് ഞാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ എല്ലാ അഭിനന്ദനങ്ങളും. കൂടുതൽ പ്രവർത്തന മേഖല നന്നായിട്ട് ആരോഗ്യത്തോടു കൂടി ഇനിയും മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് ഞാൻ അങ്ങേയറ്റം പ്രാർത്ഥിക്കുന്നു. എനിക്കിങ്ങനെ ഇതിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് ഒരു അവസരം തന്ന ഡോക്ടർ ഭാഗ്യലക്ഷ്മി മാഡത്തെ ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി സർ. നമുക്കറിയാം പഞ്ചാബേഷൻ സാറ് കേരളകൗമുദി പത്രത്തിൽ മിക്കവാറും ഞായറാഴ്ച വളരെ ആഴത്തിൽ ചിന്തിപ്പിക്കുന്ന ലേഖനങ്ങൾ എല്ലാ ഞായറാഴ്ച എഴുതാറുണ്ട്. ഞാൻ മിക്കവാറും വായിക്കാറുണ്ട്. അമൃതാനന്ദമയ്യയുടെ ഒരു ലേഖനവും കാണും, പഞ്ചാബേഷൻ സാറിനെ കാണും. ഏതാണ്ട് രണ്ടും വളരെ കേരളകൗമുദിയിൽ പ്രത്യേകമായിട്ട് കാണുന്നുണ്ട്. സാറിന് വളരെ സന്തോഷം.
വാങ്ങിയ പരിപാടിയിൽ തുടരുക. സന്തോഷം. നമ്മുടെ ആദരണീയനായ ഇസ്മായിൽ സേഡ് സാറ് ജോയിൻ ചെയ്തിട്ടുണ്ട്. സാറിന്റെ അധ്യക്ഷ പ്രസംഗത്തിലേക്ക് സാറേ അൺമ്യൂട്ട് ചെയ്യാമോ? സാർ യാത്ര കഴിഞ്ഞ് ക്ഷീണത്തിലാണെന്ന് തോന്നുന്നു. സാർ കുഴപ്പമില്ല. സാർ ഞാൻ താമസിച്ചുപോയി. ആദ്യമേ ക്ഷമയോഗ്യാണ്. ആദ്യമേ ക്ഷമാപണം നടത്തിക്കൊണ്ട് കയറി കേട്ടോ. കാരണം ഞാൻ ഒരു കുടുംബത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് അത് കെട്ടിമറിയായിരുന്നു. അവരെ കൂടെ ഉണ്ടായിരുന്നു. അവർ പുറത്ത് പോയിട്ടില്ല. അവരിപ്പോഴും ബാക്കിയുണ്ട്. സംസാരം തുടങ്ങിയിട്ടില്ല. സംസാരം ഇനിയും ബാക്കി നിൽക്കും. അത് മിക്കവാറും 11 മണിക്ക് ശേഷവും ഉണ്ടാവും. പ്രധാനപ്പെട്ട ഘടകം വ്യത്യസ്തണ്ടിരിക്കുക. ഇപ്പോഴും തലമൂത്ത ആൾ ഞാനാണ് കുടുംബത്തില്. അപ്പൊ എല്ലാവരും എൻ്റെ അടുത്ത് വരുള്ളൂ. പറയാനും സങ്കടം പറയാനും പരിഹാരം കാണാനും ഒക്കെ. അത് ബുദ്ധിമുട്ട്. അത് ബുദ്ധിമുട്ട് സന്തോഷമാണ് കാര്യം. കാരണം അവർ നമ്മളെ അത് കാണുന്നുണ്ടല്ലോ. ഒരു എന്താ പറയാ, ഒരു പരിഹാര നിവർത്തിയായിട്ട് കാണുന്നുണ്ടോണ്ട് സന്തോഷം ഉണ്ടായിരുന്നു കാര്യത്തില്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ അധിക പ്രശ്നങ്ങൾ ആദ്യമായി എന്നെ അധ്യക്ഷൻ ക്ഷണിച്ചതിൽ എന്റേതായ സംഘടനയായ IHP കടപ്പെട്ടിരിക്കുന്നു. എല്ലാ ഭാഗങ്ങളും നേരുന്നുകൊണ്ട് ഞാൻ അധ്യക്ഷ പദവിയിലായിട്ട് കയറുകയാണ്. നമസ്കാരം. ഓക്കെ സാർ. അപ്പൊ കുടുംബ കോടതിയുടെ ന്യായാധിപനെ തുടരുക. വളരെ സന്തോഷം. സാറിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. ഇത്തരം തിരക്കിനിടയിൽ ഒരാളെ മനസ്സ് കാണിച്ചു എന്നുള്ളത് തന്നെയാണ് സേഡ് സാറിന്റെ മഹത്വം. വളരെ നന്ദി സാർ. അടുത്തത് നമ്മുടെ RCC റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ അഡീഷണൽ പ്രൊഫസറായ ഈ പറഞ്ഞ എളിമയുടെ ഒരു മഹത്വ അങ്ങേയറ്റത്തെ ഉദാഹരണമായ ഡോക്ടർ സജീദിനെ ആദരവ് ക്ഷണിക്കും. ഡോക്ടർ സജീദ് അൺമ്യൂട്ട് ചെയ്യാമോ? കേൾക്കാം. അല്ല, എനിക്ക് ഹരിഹരൻ സാറിന് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുമുണ്ട്, കേട്ടിട്ടുമുണ്ട്. പക്ഷെ പരിചയപ്പെടാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അത് ആമുഖമാണ്. എന്ന് പറഞ്ഞാല് എത്തിക്സ് കമ്മിറ്റിയില് ഞാന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലെ എത്തിക്സ് കമ്മിറ്റിയുടെ ചെയർമാനാണ്. എന്റെ RCCയിൽ ഞാൻ എന്റെ കമ്മിറ്റിയിലേക്ക് ഉള്ളതാണ്. പക്ഷെ സാറ് ശ്രീധരനുണ്ട്. എത്ര വർഷമായിട്ട്? 10 വർഷമായിട്ടാണ്. ചെറുതല്ല. പിന്നെ ലെഗസി എന്ന് പറഞ്ഞാല് നമ്മുടെ ഹാഷിർ ഡോക്ടർ അറിയൂ? ഡോക്ടർ ഹാഷിർ. അദ്ദേഹം ഇപ്പൊ ഇല്ല. ഡോക്ടർ ഹാഷിർ ഫാമിലി എല്ലാം ഹോമിയോ ആണ്. അറിയാം. ആറ്റിങ്ങിലുള്ള. അപ്പം അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കണം ഭയങ്കര പങ്ക്ച്വലാണ് കേട്ടോ. എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന് കാറ് പോകുമ്പോ 8 മണി എന്ന് പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. അതാണ് ഹോമിയോ ആയിട്ടുള്ള റിലേഷൻ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്റെ ഫാമിലി റിലേഷൻ എന്ന് പറഞ്ഞാല് ഇദ്ദേഹം ഹരിഹരൻ സാറ് നമ്മുടെ ലോ കോളേജിലാണ് പഠിച്ചത്. അപ്പൊ ലോ കോളേജ് ഭയങ്കര ലെഗസിയാണ്. അപ്പൊ എന്റെ ഫാമിലിയിൽ ഒരുപാട് പേര് അവിടെ പഠിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ പേഴ്സണൽ ടോക്ക് പോലെ കണ്ടാൽ മതി. എന്ന് പറഞ്ഞാല് ഒരു കാര്യം അവരിൽ നിന്ന് ഇപ്പൊ ഹരിഹരൻ സാർ അവിടെ പഠിച്ച് ഇത് കണക്കുള്ള ഒരുപാട് പേരോട് പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടുന്നത് നമ്മുടെ മക്കൾക്ക് കിട്ടാറുണ്ട്, നെക്സ്റ്റ് ജനറേഷൻ കിട്ടാറുണ്ട്. ആ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടല്ലോ, അത് ചെറുതല്ല. ഇദ്ദേഹം കുഹാസിന്റെ എത്തിക്സ് കമ്മിറ്റിയിൽ വരുന്ന സമയത്ത് നമ്മളും പറയും, എന്താണെന്നറിയോ, മക്കളുടെ അടുത്തൊക്കെ പറയും, അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്റെ മക്കളുടെ പറയും, ഇത് കണ്ട് പഠിക്കണം. കാര്യം ഇതൊക്കെയാണ് ആൾക്കാർ, ഇവരൊക്കെയാണ് കണ്ട് പഠിക്കേണ്ടത്. അപ്പൊ ആ ഒരു എത്തിക്സ് എന്ന് പറഞ്ഞാല് ലൈഫിൽ എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തൊരു എപ്പിസോഡ് എനിക്കറിയാം. എന്റെ ബ്രദർ ഫോറസ്റ്റ് സർവീസിലായിരുന്നു. അപ്പൊ അപ്പോഴാണ് ശബരിമല മറ്റേ ആ പുല്ലുമേട് ഇത് നടക്കുന്നത്. അതിന്റെ ജസ്റ്റിസ് അന്വേഷണത്തിന്റെ ഏറ്റവും വലിയ ആളായിട്ട് പോയതും ഇദ്ദേഹമാണ്. എന്ന് പറഞ്ഞാല് ഒരു ലൈഫില് എത്തിക്സിന് വേണ്ടി ചെയ്യാൻ പറ്റണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം ചെയ്തതിന്റെ ഒരുപാട് എക്സാമ്പിൾസ് എനിക്കറിയാം. പേഴ്സണലി എനിക്കറിയാം. പക്ഷെ എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഞാൻ പോയി കാണാം, സംസാരിക്കാം എന്നുള്ളതാണ് എന്റെ വാക്ക്. പിന്നെ നെക്സ്റ്റ് ജനറേഷന് ഇദ്ദേഹം വലിയ മെസ്സേജുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഈ നേരത്തെ ഡോക്ടർ മനോജും മറ്റെല്ലാം പറഞ്ഞ ഫാമിലി റിലേഷൻ ഉൾപ്പെടെ എല്ലാം എനിക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ ഒരു കാര്യങ്ങളുണ്ട്, നമ്മുടെ അടുത്ത ജനറേഷൻ, അതായത് ഇപ്പൊ എല്ലാം ജെൻ സി ഇക്വേഷൻസ് ആണ്. പക്ഷെ ഈ ജെൻ സി എന്നതിന് അപ്പുറത്ത് ഒരു ഇക്വേഷൻ നമ്മൾക്കെല്ലാം തരണത് ഇങ്ങനെയുള്ള ആൾക്കാർ. ഈ കാര്യം ഇപ്പൊ ഞാനും
ഓൾമോസ്റ്റ് എത്ര റിട്ടയർമെന്റ് ആ ഏജിലോട്ട് പൊക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾക്കും ഏറ്റവും വലിയ എനർജി തരുന്നത് ഇങ്ങനെയുള്ള മനുഷ്യരാണ്. കാര്യം എന്ന് പറഞ്ഞാൽ വി ക്യാൻ ഡു മെനി തിങ്സ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷത്തെ ലേണിംഗ് അത് മെസ്സേജ് ആയിട്ട് ഒരാൾ നമുക്ക് തരികയാണെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മൾക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഞാൻ അത് ക്യാരി ഓൺ തീരുമാനിച്ചിട്ടുണ്ട്. ഐ താങ്ക് സർ. ഞാൻ പോയി കാണും, സംസാരിക്കും, എല്ലാം ബാക്കി കാര്യങ്ങളിലും ഉണ്ടാവും. ആശംസകളും എല്ലാം ഞാൻ അറിയിക്കുന്നു. താങ്ക് യു. എന്നെ ഡോക്ടർ മനോജാണ് വിളിച്ചത്. ഞാൻ മനോജിന് താങ്ക്സ് പറയുന്നത്. ഇത്ര മാത്രമേ എനിക്ക് പറയാവുള്ളൂ. ഓക്കെ ഓക്കെ സാർ, വളരെ നന്ദി. RCCയിലെ ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ജീവിതത്തിന്റെ ഒരു മറുകരയിലുള്ള എത്രയോ പേരെ ദിവസവും കാണുന്ന ഒരാളാണ്. രണ്ട് ഭാഗം കാണാത്ത ഒരു രണ്ടറ്റം കൂട്ടുപിടിക്കാൻ പറ്റാത്ത ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണുന്ന വ്യക്തിത്വമാണ്. ആ ഒരു സാഹചര്യം അദ്ദേഹത്തെ വീണ്ടും വീണ്ടും കൂടുതൽ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ നന്ദി അങ്ങയുടെ ആശംസയ്ക്ക്. അതിലും ഹരിഹർ സാറിനെ കാണാനും നേരിട്ട് സംസാരിക്കാനും ഇതിൽ കൂടെ കഴിഞ്ഞു എന്നുള്ളത് അതിൽ സന്തോഷം. അപ്പൊ ഞാൻ നമുക്ക് കണ്ടിട്ടുണ്ട്, അതെ സംസാരിച്ചില്ലാന്ന് മാത്രമേ ഉള്ളൂ. കണ്ടിട്ടുണ്ടെങ്കിൽ സംസാരിച്ചില്ലാന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പോയി ഓക്കെ, ഇപ്പൊ സംസാരിക്കാമല്ലോ, പിന്നെന്താ, തീർച്ചയായിട്ടും വളരെ സന്തോഷം. നല്ലതായിട്ട് അറിയാം, ഹരിഹർ സാർ നല്ലതായിട്ട് അറിയാം. ഓക്കെ, നമുക്ക് പരീസ് സാറിനെ വിളിക്കാം. പരീസ് സാറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, കേൾക്കാം. കേൾക്കാം സാർ, കേൾക്കാം. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ഹരിഹർ സാർ, മറ്റ് വിശിഷ്ടാതിഥികളെ, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, അത്രയും സമയം കളയണ്ടല്ലോ. എന്നെ വളരെയേറെ ആകർഷിച്ച ഒരു വ്യക്തിത്വമാണ് ജസ്റ്റിസ് ഹരിഹരൻ സാർ. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളെക്കുറിച്ച് ഞാൻ ഒന്ന് ഓടിച്ചു നോക്കാൻ ഇടയായി. വളരെ പ്രസിദ്ധമായ പുൽമേട് ട്രാജഡി, വളരെയധികം ആൾക്കാർ മരിച്ചുപോയ ഒരു ട്രാജഡിയാണ്. അതിനെക്കുറിച്ച് ഉള്ള റിപ്പോർട്ട് തയ്യാറാക്കിയതിൻ്റെ ചെയർമാൻ അദ്ദേഹമാണ്. അപ്പോൾ നമ്മുടെ ഹോമിയോപ്പതിയിൽ വെച്ച് കണ്ട ഒരു പ്രതിഭ, ഈ 1000 പൂർണ്ണചന്ദ്രനെ കണ്ട പ്രതിഭ തന്നെ, അത് അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഒരു പ്രത്യേക ഇതാണ്. അതിൻ്റെ കഴിവും അതിൻ്റെ ആറ്റിറ്റ്യൂഡ്, ജനങ്ങളെ സേവിക്കാനുള്ള ഒരു മനസ്ഥിതിയും നമ്മൾ ഈ IAPHൽ കൂടെ തന്നെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഒരു വളരെ പ്രയോജനപ്പെട്ട കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളും ഇത് തന്നെയാണ്. വളരെയധികം നല്ല നിർദ്ദേശങ്ങൾ വെച്ച് അത് വളരെ ബൃഹത്തായ ഒരു ബേസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ള റിപ്പോർട്ടുകളെല്ലാം തന്നെ. ഇപ്പോഴും 1000 പൂർണ്ണചന്ദ്രനെ കണ്ട അദ്ദേഹം ഇപ്പോഴും വളരെ ചെറുപ്പമായിട്ട് ജനസേവനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അദ്ദേഹത്തിന് ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകുകയും നമ്മുടെ ജനത്തിന് ഒരു പ്രയോജനപ്രദമായ സർവീസുകൾ തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ ആശംസകളും നേരുന്നു. നമസ്കാരം. താങ്ക് യു സാർ. താങ്ക് യു. നന്ദി സാർ, വളരെ നന്ദി അങ്ങയുടെ ലളിതമായിട്ടുള്ള വാക്കുകൾക്ക്. ഡോക്ടർ MV സുഗതൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജാണ്. അതിന്റെ വളർച്ചയ്ക്കായിട്ട് കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളായി അക്ഷീണം പ്രവർത്തിക്കുന്ന ഡോക്ടർ സുഗതൻ. ഡോക്ടർ സുഗതനെ ആദരവ് ക്ഷണിക്കുന്നു, പ്ലീസ്. കേൾക്കാം. ആദരണീയനായ റിട്ടയർഡ് ജസ്റ്റിസ് ഹരിഹരൻ സാറിന് യഥാർത്ഥത്തിൽ അദ്ദേഹത്തുമായിട്ട് വളരെ ചുരുങ്ങി അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ 1-2 വേദികളിൽ, ഹോമിയോപ്പതി വേദികളിൽ കേൾക്കാനിടയായി. വളരെയധികം ബഹുമാനം നമുക്ക് അർപ്പിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്. ഇപ്പോ എനിക്ക് മുമ്പ് പ്രസംഗിച്ച പലരിൽ നിന്നും അദ്ദേഹത്തിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ, അറിവുകൾ എനിക്ക് നേടാൻ സാധിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നീണ്ടകാൽ ഈ നമ്മുടെ നമ്മുടെ ഈ ജനങ്ങൾക്ക് സേവനം നൽകാനും നമ്മുടെ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് കൂടുതൽ സർവീസ് കൊടുക്കാനും
അദ്ദേഹത്തിന് ആരോഗ്യം അനുവദിക്കട്ടെ, അദ്ദേഹത്തിന് കൂടുതൽ ആയുസ് നൽകട്ടെ എന്ന് ഞാൻ എൻ്റെ ആശംസിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹം ഇന്നും വളരെ ചെറുപ്പം നിലനിർത്തുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം അദ്ദേഹം ഉയർന്ന പോസ്റ്റുകൾ കൈകാര്യം ചെയ്തപ്പോഴും യാതൊരു പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള യാതൊരു ഇതില്ല. കാരണം എത്തിക്കൽ കമ്മിറ്റി പോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഈടുപെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് കോൺട്രവേഴ്സി വരുന്ന ഒരു ഏരിയയാണ് അത്. പ്രത്യേകിച്ചും ഗുഹാസിലെ ആണെങ്കിലും ശരി, മറ്റ് പല കമ്മിറ്റികളിലും അദ്ദേഹം ഇരുന്നപ്പോൾ എത്തിക്കൽ കമ്മിറ്റിയുടെ പ്രവർത്തനം എന്ന് പറയുമ്പം നമ്മൾ പക്ഷപാതമൊന്നും ഇല്ലാതെ തന്നെ ആ കടമ നിർവഹിക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും പരാതികൾ കടം കൊടുക്കാതെ, അതേസമയം ഉയർന്ന അനുഭവങ്ങൾ, അദ്ദേഹത്തിന് മുൻകാല അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കണം കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഇന്നും നമ്മുടെ ഹോമിയോപ്പതി രംഗത്ത് സജീവമായിട്ട് നമ്മുടെ IFPHന്റെ പാർട്ടായിട്ട് നിൽക്കുന്നു. ഞാനൊരു പ്രാവശ്യം കോളേജിലെ സാറിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ വിളിക്കണ്ട, എറണാകുളത്ത് വെച്ച് ഞാൻ മീറ്റ് ചെയ്തു, സംസാരിച്ചു. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നേരിൽ കണ്ട് അദ്ദേഹത്തിന് നമ്മുടെ സ്ഥാപനത്തിലോട്ട് ക്ഷണിക്കാൻ വേണ്ടി തീരുമാനം എടുത്തിരിക്കുന്നു. എന്തായാലും തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് നേരിൽ കാണും. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു വേദിയില് തീർച്ചയായിട്ടും എന്നെ ക്ഷണിച്ചതിന് ഡോക്ടർ മനോജ് സാറിനും IFPHനും നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി. നേരത്തെ പറഞ്ഞ പോലെ പ്രായം കൂടുമ്പോ തിരക്ക് കൂടും, താങ്ക് യു വരുമാനം. സാർ. കിട്ടുന്നുണ്ടോ? കേൾക്കാം. വളരെ നന്ദി. നെറ്റ്വർക്ക് പ്രോബ്ലം തോന്നുന്നു. ഓക്കെ. അപ്പൊ ഈ ജുഡീഷ്യറിയിലും ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലും എനിക്കൊന്ന് പ്രായം കൂടുന്നതും തിരക്കും കൂടും, വരുമാനവും കൂടും. നേരെ മറിച്ച് സിനിമാ താരങ്ങളും കായിക താരങ്ങൾക്കും ആണെങ്കിൽ വരുമാനം കുറയും. അതാണ് പ്രത്യേകത. ഹോമിയോപ്പതിയിൽ അങ്ങനെ തന്നെയാണ്. സാറ് ഈ പറഞ്ഞ പോലെ വളരെ എപ്പോഴും ചോദിക്കുന്ന റിസർച്ചിനെ കുറിച്ചാണ് ചോദിക്കുന്നത്, എന്തൊക്കെ റിസർച്ച് നടക്കും എന്നുള്ളത്. അപ്പം തീർച്ചയായിട്ടും ശാരദകൃഷ്ണ കോളേജിൽ പോയി കഴിയുമ്പോൾ ഒരുപാട് സാർ സന്തോഷം തോന്നുന്നു. അത്രയധികം വർക്കുകൾ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 30ഓളം വർക്കുകൾ ഇപ്പോൾ നടന്നായിട്ട് അറിഞ്ഞു. മാത്രമല്ല, ഡോക്ടർ സൂദൻ കേൾക്കാമോ? കേൾക്കാം. എത്ര MOU വെച്ചിട്ടുണ്ട്, എത്ര എണ്ണം വെച്ചിട്ടുണ്ട് റിസർച്ചോട് ബന്ധപ്പെട്ട്? 43. അതാണ്. ഒന്ന് വിശദീകരിച്ചു കൊടുക്കാമോ സാർ, ഏതൊക്കെയാണെന്നുള്ളത് ഓർമ്മയുണ്ടെങ്കിൽ? ഈ പിറന്നാൾ ആശംസയെക്കാളും സാറിന് സന്തോഷം അതായിരിക്കും സാർ. ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കണമെന്നില്ല. അതിന് പറ്റിയ ഒരു സന്ദർഭം ഉണ്ടാകുമ്പോൾ നമുക്ക് ചോദിക്കാം. ഓക്കെ. സാറിന് നമ്മളെ ഞങ്ങളെ ഒരു പ്രോഗ്രാമിന് ക്ഷണിക്കുന്നുണ്ട്. ഞാൻ തീർച്ചയായിട്ടും വരാം. സന്തോഷമുള്ള കാര്യമാണ്. അധികം വൈകാതെ നമ്മുടെ IFPHൽ അതിന്റെ സെഷൻ വെക്കുന്നുണ്ട് സാർ. 43 ഞാനെ കുറിച്ച് റീസെന്റ് ആയിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അപ്പൊ അറിഞ്ഞത് 43 MOU ഒപ്പുവെച്ചെന്ന കാര്യം വളരെ സന്തോഷം തോന്നി. അപ്പോഴാണ് സാറിന്റെ കാര്യം ഓർമ്മിച്ചതിൽ ഏറ്റവും സന്തുഷ്ടനാവുന്ന ഒരാൾ തീർച്ചയായിട്ടും സാറ് തന്നെ ആയിരിക്കും. ഹോമിയോ ഡോക്ടർമാരെക്കാളും എനിക്ക് ഉറപ്പുണ്ട്. വളരെ സന്തോഷം. ഓക്കെ സാർ, സന്തോഷം. താങ്ക് യു. ഡോക്ടർ സുഗതൻ തുടരുക. നമുക്കിനി അടുത്ത ഹോമിയോപ്പതിയുടെ ഒരു നട്ടലായ അബ്ദുൾ സലാം സാർ, മറനാടിലെ നട്ടൽ. സാറെ അൺമ്യൂട്ട് ചെയ്യാമോ? നമസ്കാരം. നമ്മുടെ IFPHന്റെ ദൈനംദിന കാര്യങ്ങളിൽ അപ്പോൾ ആവശ്യമായ നിയമനിർദ്ദേശങ്ങളും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഹരിഹരൻ സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൻ്റെ അന്ന് നമ്മുടെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ വരെ സാർ ഇടപെട്ടതും ഞാനിപ്പോഴും ഓർക്കുന്നു. ഏതായാലും നീതിന്യായ വ്യവസ്ഥകള് സത്യസന്ധമായി ജീവിതത്തിൽ പകർത്തി സമൂഹത്തിന് മാതൃക കാണിച്ച ഹരിഹരൻ സാറിന് ശിഷ്ടകാലവും അതുപോലെ തന്നെ ഹോമിയോപ്പതിക്കും കൂടുതൽ സേവനങ്ങൾ ചെയ്യാനും അതുപോലെ നമ്മുടെ എന്തെല്ലാം മേഖലകൾ അദ്ദേഹത്തിന് ഇനിയും സേവനങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ മേഖലകളിലെല്ലാം സേവനങ്ങൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്ടകാലം കഴിയണം. മാത്രമല്ല വളരെ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ദീർഘായുസിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുമോദനങ്ങളും സാറിന് ഏകുന്നു. പ്രാർത്ഥന പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മളെല്ലാം അദ്ദേഹത്തിന്റെ ദീർഘായുസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക്സ് സർ. വളരെ നന്ദി. അബ്ദുൾ സലാം സാർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിശ്വസിക്കാൻ കഴിയില്ല.
എത്രയോ ഗസ്റ്റുകളെയാണ് സാർ എവിടുന്നല്ല ലോകത്തിന് വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പക്ഷേ നമ്മുടെ ഡോക്ടർമാരെക്കാളും കൂടുതൽ ആൾക്കാരുടെ അടുപ്പം സാറിനുണ്ടെന്ന് തോന്നുന്നു. ഇതെങ്ങനെ സാധിക്കുന്നു എന്ന് ഞാൻ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എവിടുന്നൊക്കെയോ ആൾക്കാരെ കൊണ്ടുവരാറുണ്ട്, യൂറോപ്പിൽ ഉൾപ്പെടെ. വളരെ സന്തോഷം സാർ. ഇനി ആർക്കെങ്കിലും നമ്മുടെ ആദരണീയനായ ഹരിഹരൻ സാറിന് ആശംസ പറഞ്ഞ് സംസാരിക്കുന്നു ദയവായിട്ട് ഹാൻഡ് റൈസ് ചെയ്യുക. എന്തായാലും സാറിന്റെ ഒരു സുദീർഘമായ മറുപടി പ്രസംഗം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. എന്തൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉൾപ്പെടെ സാറിന് പ്രതീക്ഷിക്കും. സാർ പ്ലീസ്. കേൾക്കാമല്ലോ. കേൾക്കാം സാർ, കേൾക്കാം. പ്രിയപ്പെട്ട ഇസ്മയിൽ സേഠ്ജി, ജുഡീഷ്യറിയിലെ എൻ്റെ സഹപ്രവർത്തകനായ ശ്രീ പഞ്ചാബകേശൻ, അദ്ദേഹമായിരിക്കും ഒരുപക്ഷെ എൻ്റെ കാലം കഴിഞ്ഞാൽ ഹോമിയോപ്പതിക്ക് ഒരു ഉപദേശകനായിട്ട് വരാൻ പോകുന്നത്. കാരണം അതിനുള്ള എല്ലാ യോഗ്യതയും അദ്ദേഹത്തിനുണ്ട്. അതുപോലെ ഡോക്ടർ ഷാജി വർഗീസ് കൂടിയാട്ട്, ശ്രീ ധനേഷ്, ശ്രീ GS മനോജ്, ഡോക്ടർ സജിത്, ഡോക്ടർ പരീദ്, ഡോക്ടർ അബ്ദുൽ സലാം, ശ്രീ NV സുഗതൻ, IFPH-ലെ അംഗങ്ങളെ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഒരു അന്തർദേശീയ സംഘടന എൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്നു എന്നത് വലിയൊരു ബഹുമതിയായി ഞാൻ കരുതുന്നു. വയസ്സെന്നത് വെറും നമ്പർ മാത്രം. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് എന്നത് എനിക്ക് വലിയ സംതൃപ്തി നൽകുന്ന കാര്യമാണ്. കോവിഡിന്റെ വരവ് അതിഭയങ്കരമായ വിപത്തുകൾക്കൊപ്പം സൈഡ് ഇഫക്റ്റ് എന്നോണം ചില ഗുണങ്ങളും നൽകി എന്നതാണ് വാസ്തവം. എന്നെ സംബന്ധിച്ചിടത്തോളം ഓഫീസ് അടച്ചിട്ട അന്നത്തെ സാഹചര്യത്തിൽ പുറത്തിറങ്ങാതെ 4 ചുവരുകൾക്കകത്ത് 24 മണിക്കൂറും കഴിയേണ്ടി വന്ന സാഹചര്യത്തിലാണ് എൻ്റെ 2ാം പുസ്തകമായ നീതി നിയോഗങ്ങൾ എഴുതി പ്രസിദ്ധീകരിക്കാനിടയായത്. IFPH-ന് കോവിഡ് ചികിത്സാ കാര്യത്തിൽ വന്നു ചേർന്ന അയിത്തവും വീട്ടിന് പുറത്തിറങ്ങാനുണ്ടായ തടസ്സവുമാണ് ഇന്ന് 2091 ദിനത്തിലെത്തി നിൽക്കുന്ന ഈ വെബിനാറിന്റെ തുടക്കത്തിനും കാരണമായത്. ആസ് യു ലൈക്ക് ഇറ്റ് എന്ന കൃതിയിൽ ഷേക്സ്പിയർ എഴുതി, "All the world is a stage, and all men and women merely players. They have their exits and their entrances. And one man in his time plays many parts." അപ്രകാരം പല റോളുകൾ അഭിനയിച്ചതിൻ്റെ കൂട്ടത്തിൽ എന്നെ തേടിയെത്തിയ നല്ലൊരു റോളാണ് IFPH-ന്റെ സഹയാത്രികൻ എന്നത്. നിങ്ങളുടെ എല്ലാ വാർഷിക പരിപാടികളിലും ക്ഷണിതാവായി പങ്കെടുക്കാനുള്ള ഭാഗ്യം നിങ്ങൾ എനിക്ക് നൽകി. ഇന്നിതാ എൻ്റെ പിറന്നാളും ആഘോഷിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഈ സമയത്ത് ഒരു ഗാനം അവതരിപ്പിക്കാനാണ് എൻ്റെ മനസ്സ് പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ എനിക്ക് പാടാൻ അറിയില്ല. അതിനാൽ എനിക്ക് പറയാനുള്ളത് ഒരു ചെറിയ കവിതാ രൂപത്തിൽ ഇവിടെ അവതരിപ്പിക്കാൻ എന്നെ അനുവദിക്കുക. 85 നിറവുമായി ഇന്ന് ഞാൻ നിങ്ങൾ തൻ മുന്നിലായി നിന്നിടുമ്പോൾ ചൊല്ലുവാൻ ഒന്നുതാൻ ബാക്കി നിൽപ്പൂ, ആശംസകൾക്കെല്ലാം നന്ദി 100,000. ഹോമിയോ സംഗമം കോരിച്ചൊരിയുമീ സ്നേഹാദരങ്ങളാം പുഷ്ടമീ മാനസം, പ്രായം വെറുമൊരു സംഖ്യയായി മാറുന്നു ആത്മാർത്ഥതൂവും സ്നേഹപ്പകർച്ചയിൽ. താൻ പാതി എന്നല്ലോ കവിവചനം, മറുപാതി തന്നിടും സർവേശ്വരൻ. 50% ഞാൻ ഏകി നിശ്ചയം, ബാക്കി തന്നിടുവാൻ കനിഞ്ഞത് നാഥനും. ലോകൈക നായകൻ കാട്ടിയ പാതയിൽ സാഗൂതം നീങ്ങി നടന്നു ഞാനും. വിജയഫലങ്ങൾ വന്നെത്തിയ ആവോളം സർവശക്തൻ കനിഞ്ഞരുളിയ കാരണം. ആരോഗ്യമുള്ള ഒരു ദേഹത്തിൽ മാത്രമേ മിഴിവുള്ള മാനസം സാധ്യമാവൂ. ഭക്ഷണമേകണം ഔഷധ രൂപത്തിൽ, വ്യായാമമേകണം നിത്യേനയും. സന്ധികൾ ചലിക്കണം, ഗ്രന്ഥികൾ ഉണരണം, താളത്തിലാകണം പ്രാണവായു. ഉള്ളം തെളിഞ്ഞാൽ ഉടലും തെളിഞ്ഞിടും, ആനന്ദ സമ്പൂർണം ആകും ഈ ജീവിതം. വിജ്ഞാനമോഹം ജ്വലിപ്പിച്ചു നിർത്തണം, വായന വേണം അറിവിനായി. എഴുത്തും നടത്തവും സൗഹൃദ ഭാഷ്യവും തുടരണം നിത്യവും ആലസ്യരഹിതമായി. വിശ്രമം വേണം ആവശ്യ രൂപത്തിൽ, വിജ്ഞാന യാത്രകൾ
പേർത്തും തുടരണം. നല്ലത് ചെയ്തെന്നാൽ വന്നെത്തും സംതൃപ്തിയും ലഭ്യം ധാരാളമായി. കോവിഡ് കാലത്തെ പ്രാക്ടീസ് നിരോധനം ദുഃഖമേകി ഡോക്ടർ വർഗത്തിനാകവേ ഹോമിയോഫാറത്തിൻ വെബിനാറുകൾ നൽകി ആ ദുഃഖ നിവാരണ സാന്ത്വന സ്പർശവും. എത്രയോ യോഗങ്ങൾ, എത്രയോ ചർച്ചകൾ, അറിവ് പകർന്നിടും ഭാഷണങ്ങൾ ഇസ്മയിൽ സേട്ടും സുഹൃത്തുക്കളും നൽകി ഫാറത്തിൻ ആഗോള പേരും പെരുമയും. ദൈനംദിനമെന്ന രീതിയിൽ പോകും ഈ വെബിനാറിൻ ശൃംഖല മുന്നേറിടട്ടെ. 2000 താണ്ടി പിന്നെയും 90 വെബിനാറുകൾ കടന്ന് ഇന്നോളവും. മുന്നോട്ട് പോകും ഈ വിജയരഥത്തിനെ തടയുവാനാവില്ല ഒരു സർക്കാരിനും. ഭംഗിയാകട്ടെ നിൻ പ്രവർത്തനമേവവും. നന്ദിയും ചൊല്ലുന്നു ആശംസകൾക്കായി. കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ കവിത പാടാൻ അറിയുന്നവർ പാടിയാൽ എങ്ങനെ ഇരിക്കുമെന്നുള്ളത് കൂടി ഒന്ന് കാണിച്ചിട്ട് ഞാൻ വിടവാകും. ആശംസകൾക്കെല്ലാം നന്ദി. സംഗമം സർവേശ്വരൻ കാട്ടിയ പാടേ സാബൂതൽ നീതടം മാത്രമേ ഇടിവുള്ള വ്യായാമമേ ഗണം ശബ്ദം പുറത്തു വരുന്നില്ല സാർ, ഇടയ്ക്കിടയ്ക്ക് മുടങ്ങുന്നുണ്ട്. അതെന്തോ റിലേയുടെ കുഴപ്പമായിരിക്കുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കുന്നില്ല സാർ. സാറെ നേരെ കേൾക്കാൻ പറ്റുന്നില്ല സാർ.
ചൊല്ലുന്നു ആശംസകൾ പാടി. അപ്പൊ അത്രേ ഉള്ളൂ. പറയാനുള്ള മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും ഇടയ്ക്കിടയ്ക്ക് കുഴപ്പമുണ്ടെങ്കിലും വളരെ അർത്ഥവത്തായ കാര്യങ്ങളാണ് സാറ് ഉപദേശിക്കുന്നത്. എന്തെങ്കിലും ഒരു പുതുമ ഹോമിയോപ്പതിക്കാരെ വേണ്ടേ? സംബന്ധിച്ചോളം ഹോമിയോപ്പതിക്കാരെ സംബന്ധിച്ചോളം ഒരു പ്രചോദനം ഉണ്ടാകുന്നതാണ്. ഏതായാലും താങ്കളുടെ എല്ലാ വാക്കുകളും അങ്ങനെയാണല്ലോ. ഞാൻ ഏതായാലും പലപ്പോഴും പറയുന്നത് ഹരിഹരൻ വന്നേ പിന്നെ നമുക്ക് നമ്മുടെ രംഗത്ത് വന്നേ പിന്നെ നമുക്ക് ഊർജ്ജം കിട്ടിയിട്ടുണ്ട് പലപ്പോഴും. താങ്കളുടെ ആ ഹോമിയോപ്പതി വിശ്വാസവും അടിയുറച്ച ചില തീരുമാനങ്ങളുമാണ് കാരണം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായും ഞങ്ങൾക്ക് വളരെയധികം താങ്കളോട് കടപ്പെട്ടിരിക്കുക കാര്യത്തില്. അപ്പൊ നമുക്ക് അടുത്ത യോഗത്തിന് കാണാം. ഓക്കെ ഓക്കെ. ഇന്നത്തെ ഈ പരിപാടിക്ക് ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരോടും ഞാൻ തൽക്കാലം വിട പറയുന്നു. അതുപോലെ ഡോക്ടർ എന്നെ കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് 31-ാം തീയതി RCCയുടെ അടുത്തുള്ള സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ വെച്ച് തന്നെ ഒരു വലിയ സെമിനാർ ഉണ്ട്. ഞാനും പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് അവിടെ വെച്ച് കാണാം. താങ്ക് യു. ഗുഡ് നൈറ്റ് ടു ഓൾ. ഓൾ ദി ബെസ്റ്റ്. എന്തായാലും സാറ് വളരെ ഇരുത്താൻ വന്നൊരു കവിയാണെന്ന് ഈ സന്ധികൾ ഗ്രന്ഥികൾ എന്നുള്ള പ്രയോഗത്തിൽ മനസ്സിലായി. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പൊ സാർ ഒരുപാട് എഴുതിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ എഴുതാൻ കഴിയും. മാത്രം എനിക്ക് തോന്നുന്നു സംശയമുള്ളത് സംഗീത സംവിധാനം സാറ് തന്നെ ചെയ്തതാണോ എന്ന് സംശയങ്ങളുണ്ട്. അത് എന്റെ മാത്രമല്ല, അതില് ഇപ്പോഴത്തെ നിർമ്മിത ബുദ്ധി കൂടിയുണ്ട്. നിർമ്മിത ബുദ്ധിയാണ് പാട്ടാക്കിയത്. എന്തായാലും പ്രയോഗങ്ങൾ ഒരു നല്ലൊരു കവിയുടെ പ്രയോഗം തന്നെയാണ്. ശരി, കവിത എഴുതി ഞാൻ തന്നെയാണ്. അല്ല, സാറ് തന്നെയാണ് നമുക്ക് ഈ നിർമ്മിത ബുദ്ധി ഉപയോഗിക്കേണ്ട ആവശ്യകതയെ കുറിച്ച് കഴിഞ്ഞ നമ്മുടെ അതെ 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 ഒരുപാട് മുമ്പോട്ട് പോയി. നമ്മള് കുറെ കിടക്കുന്ന പല കാര്യങ്ങളും അത് എത്രയോ മുന്നോട്ട് പോയി കഴിഞ്ഞു. സാർ അതുപോലെ ഗിന്നസ് റെക്കോർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുള്ള വർക്ക് നടക്കുന്നുണ്ട്. ഗിന്നസ് റെക്കോർഡ് കയറിയിട്ട് ഗിന്നസിലേക്ക് പോകാനുള്ള ശ്രമമാണ് ഇപ്പൊ നടക്കുന്നത്. ടെക്നിക്കൽ കാര്യങ്ങളുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ്. ചർച്ച ചെയ്തിരുന്നു, ഇന്ന് മറന്നിട്ടില്ല, ചർച്ച ചെയ്യുന്നുണ്ട്, ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട്. 6ാം വാർഷികത്തോടനുബന്ധിച്ച് ചെയ്യാൻ കഴിയുന്നു പ്രതീക്ഷിക്കുന്നു സാർ. ശരി, കാണാം. അപ്പോ എല്ലാവർക്കും നന്ദി. നമുക്കൊരു 15 മിനിറ്റ് ബാക്കിയുണ്ട് സാർ. തുടരാൻ കഴിയുമെങ്കിൽ തുടരുക. നമുക്ക് 10:30 വരെയാണ് സമയം. തൽക്കാലം പിരിയട്ടെ. എനിക്ക് നാളെ തൃശ്ശൂരാണ് പരിപാടി. രാവിലെ 5:30 ട്രെയിനിൽ പോകണം. ശരി ശരി. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു. ഇനി ബാക്കിയുള്ളവർക്ക് നമുക്ക് ഇത് റെക്കോർഡിംഗിൽ കേൾക്കാമല്ലോ. പഞ്ചാബൻ സാർ ഞാൻ പറയാനുണ്ടോ സാർ, സാറിന്റെ ഗുരുവിനെ കുറിച്ച്? സാറിന് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ടല്ലോ, അത് പറയാൻ വിട്ടുപോയി. അദ്ദേഹം LLBക്ക് പഠിക്കുമ്പോ മുനിസിപ്പാലിറ്റി അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യുമ്പോ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഞാൻ അവിടെ പോയിന്റ് കുറിച്ച് വെച്ചത് അത് പറയാൻ വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ലോ കോളേജിൽ പഠിക്കുമ്പോഴത്തേക്ക് മള്ളൂർ ഗോവിന്ദപിള്ള ഗോൾഡ് മെഡൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. 2 പോയിന്റ് പറയാൻ വിട്ടുപോയായിരുന്നു. അങ്ങനെ ഉള്ളൂ. പിന്നെ അദ്ദേഹത്തിന് അന്നത്തെ കാലത്ത് പൊളിറ്റിക്കൽ സയൻസില് മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് LLB. അന്ന് BL ആയിരുന്നു കാണും. എനിക്ക് LLB അന്ന് വന്നിട്ടില്ല. അപ്പൊ അത് അങ്ങനെ 2-3 പോയിന്റ് വിട്ടുപോയി എന്നാണ് പറഞ്ഞത്. ഫിസിക്സിൽ നിന്നാണ് അദ്ദേഹം പൊളിറ്റിക്കൽ സയൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഫിസിക്സ് ആയിരുന്നു ഡിഗ്രിക്ക്. ഫിസിക്സ് ആയിരുന്നു ഡിഗ്രിക്ക്. അത് MG കോളേജിൽ തന്നെയായിരുന്നു പഠിച്ചിട്ട്. അത് കഴിഞ്ഞ് ഗവൺമെന്റ് ലോ കോളേജിൽ നിന്ന് BL ഇന്നത്തെ. അത് കഴിഞ്ഞതിന് ശേഷം മള്ളൂർ ഗോവിന്ദപിള്ള
അവാർഡും ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് റാങ്ക് ആയിരുന്നു കാണും. അത് ഞാൻ ഇതിനകത്ത് എടുത്തപ്പോൾ അതിനകത്ത് ഡീറ്റെയിൽസ് ഉള്ളു, അത് പറയാൻ വിട്ടുപോയി. ഈ മള്ളൂർ ഗോവിന്ദ് അദ്ദേഹത്തെ കുറിച്ച് ചൊല്ലുന്നുണ്ടല്ലോ, മള്ളൂരും എന്തോ ഉണ്ടെങ്കിൽ ഏത് കേസും ജയിക്കാമെന്ന് പറയുമല്ലോ, സാറിന് ഓർമ്മ? അതെ അതെ എന്തോ ഒരു ചൊല്ലുണ്ട്, ഇപ്പൊ മറന്നുപോയത്. അത്ര പ്രസിദ്ധന അഡ്വക്കേറ്റ്. അങ്ങനെ. പക്ഷെ ഇന്നിപ്പം അത് അങ്ങനെ ഒന്നത് കേസായി പോയി. ആളിനറിയാലോ, ഞാൻ പറയണ്ടല്ലോ. അതെ. തൊണ്ടി മാറ്റിയത്. മണ്ണൂർ സാറിന്റെ കേസല്ലേ ഒരു ഉണ്ട വഴങ്ങിയ കേസല്ലേ? അല്ല, അത് ഇന്നത്തെ അതിന് സമാനമായ ഒരു കാര്യമാണ്. അതെ കേസിനകത്ത് അന്നും അതിനകത്ത് അത് MO ആയിരുന്നല്ലോ, മെറ്റീരിയൽ ഒബ്ജക്റ്റ് ആയിരുന്നു. അതെ അന്നത്തെ കാലത്ത് മള്ളൂർ അത് ചെയ്തപ്പോ അത് നമ്മളിപ്പോ ഈ ഒരു പഴമൊഴിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി. കാരണം അന്ന് ഇതിന്റെ നമ്മുടെ എവിഡൻസ് ആക്ടിന്റെ ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷൻ അന്ന് പറ്റിയില്ല. അപ്പൊ അത് അപ്രീഷിയേറ്റ് പ്രതിയെ അക്യൂറ്റ് ചെയ്തപ്പം അപ്രീസിയേഷൻ കിട്ടി. പക്ഷെ ഇവിടെ ഇപ്പോ ഈ അണ്ടർ ഗാർമെന്റ്സ് മാറിയപ്പോഴത്തേക്ക് എത്ര സീരിയസ് ആയെന്ന് എവിടെ പോയി നിൽക്കും നോക്കണം. ശരിയപ്പോ എന്നാലും താങ്ക് യു. ഓക്കെ താങ്ക് യു സാർ. ഭാഗ്യലക്ഷ്മി ഡോക്ടറെ, ഭാഗ്യലക്ഷ്മി ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? ഭാഗ്യലക്ഷ്മി ഡോക്ടറെ. ഗുഡ് ഈവനിങ് സാർ. എന്തായാലും നമ്മുടെ ഓരോ മറ്റേ ഹരിഹരൻ സാർ കേൾക്കാനില്ല എങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹോമിയോപ്പതിക്ക് വേണ്ടി ഇത്രയും വളരെ നന്മയായിട്ട് സാറ് എല്ലാ കാര്യത്തിനും നമ്മളോടൊപ്പം ഉണ്ട്. സാറിന് ഒരു 100,000 ആശംസ അർപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പഞ്ചാബകേശൻ സാറ് ഇപ്പൊ നമ്മളോട് വളരെയധികം പ്രതിപത്തി കാണിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും എന്റെ നമസ്കാരം, പ്രത്യേകിച്ചും ഹരിഹരൻ സാറിന്. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. തിങ്കളാഴ്ച ലോക തൈറോയ്ഡ് ദിനം പ്രമാണിച്ച് IFPH-ഉം കേരളൗമുദിയുമായിട്ട് ചേർന്ന് തിരുവനന്തപുരത്ത് അരുവിപ്പുറം സ്കൂളിൽ തൈറോയ്ഡ് ക്യാമ്പ് തൈറോയിഡിനെ കുറിച്ചൊരു അവയർനെസ് ക്ലാസ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്തും തിരുവനന്തപുരം ജില്ലയിൽ പറ്റും കഴിയുന്നവർ പങ്കെടുക്കാൻ ഫാദർ ഡോക്ടറെ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ സെക്രട്ടറി കിരൺചന്ദ് പങ്കെടുക്കുന്നത് പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം ഡോക്ടർ സന്തോഷിന്റെ മകൻ പേരൂർക്കട ലൈഫ് കെയർ ഹോസ്പിറ്റലിലാകെയായിട്ട് തൈറോയ്ഡ് ഡിസീസ് കുട്ടികളെ കുറിച്ചൊരു പ്രോഗ്രാം അവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഷീല ഡോക്ടർ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ പുതിയ മോഡറേറ്ററാണ് ഡോക്ടർ ഷീല, അൺമ്യൂട്ട് ചെയ്യാമോ? എല്ലാവർക്കും നമസ്കാരം. ഹരിഹരൻ സാറിന് ഇപ്പം സാറ് പോയെങ്കിലും സാറിന് എല്ലാവിധ ദൈവത്തിന്റെ അനുഗ്രഹം ഇനിയും ഏറെ നാളുകൾ നമ്മളോടൊപ്പം നിൽക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ വളരെ പുതിയ ആളാണ് എങ്കിലും ഇപ്പം മിക്കവാറും ക്ലാസ്സുകളിൽ കയറുന്നതുകൊണ്ട് എല്ലാവരെയും എനിക്ക് പരിചയമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, പുതിയ ആളാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പഴയ ആളായി മാറാൻ കഴിയുമെന്നുള്ളത് ഷീല ഡോക്ടർ പ്രത്യേകതയായിട്ട് തോന്നുന്നു. വളരെ സന്തോഷം. പതിനെട്ട് ഡോക്ടർ സംസാരിക്കാമോ? നമ്മളിത് റെക്കോർഡ് ചെയ്ത് ഹരിഹരൻ നമ്മുടെ ആദരണീയ ഹരിഹരൻ സാറിന് അയച്ചു കൊടുക്കുന്നതാണ്. പതിനെട്ട് സാർ അൺമ്യൂട്ട് ചെയ്യാമോ? ഇല്ലെങ്കിൽ ഷബീർ ഡോക്ടറിലേക്ക്. ഷബീർ ഡോക്ടറെ, നേരത്തെ ഹാഷിം ഡോക്ടർ ഷബീർ ഡോക്ടർ തൊട്ടടുത്ത ബന്ധുവാണ്. IFPH-ന്റെ സമയം നോക്കി എല്ലാവരും വാച്ച് കറക്റ്റ് ചെയ്യാൻ കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മൾ ചിലപ്പോഴൊക്കെ തെറ്റിപ്പോകുന്നുണ്ട്, പരമാവധി ശ്രദ്ധിക്കുക. ഷബീർ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? നേരത്തെ പറയുന്നുണ്ട്, സജീദ് ഡോക്ടർ പറയുന്നുണ്ടല്ല, ഹാഷിം ഡോക്ടർ കാറ് പോകുന്ന വെച്ചാൽ ആൾക്കാർ വാച്ച് കറക്റ്റ് ചെയ്യുന്നു. IFPH അങ്ങനെ പോകണമെന്ന് എൻ്റെ ആഗ്രഹം. ചിലപ്പോഴും ചില നോബോളും വൈഡും ഒക്കെ വരുന്നുണ്ട്, അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. ഷബീർ ഡോക്ടർ ഉണ്ടോ? അജിന് ഡോക്ടർ ഉണ്ട്. അജിന് ഡോക്ടർ ഉണ്ടോ? അജിൻ ഡോക്ടർ ഉണ്ടോ? അജിൻ ഡോക്ടറെ, നമ്മുടെ പ്രമുഖരായ വ്യക്തികളാണല്ലോ. അജിൻ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? അതുപോലെ മറിയാം ഡോക്ടർ ഉണ്ട്. മറിയാം ഡോക്ടറെ. പ്രശോഭൻ ഡോക്ടർ. മറിയാം ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? പ്രക്ഷോഭം പറയട്ടെ. പ്രക്ഷോഭൻ പഴയ ഒരു ചങ്ങായിയാണ്. തീർച്ചയായും വളരെ വിലയേറിയ ആള് തന്നെയാണ്. അൺമ്യൂട്ട് ചെയ്യാമോ? പ്രശോഭൻ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? വ്യക്തിപരമായി എനിക്ക് അറിയുന്നത് തന്നെ IFPH-ൽ വന്നിട്ടേ ഉള്ളൂ. സാറിന്റെ ഇതെല്ലാം കേൾവിയുണ്ട്.
മറ്റു കാര്യങ്ങൾ സമയങ്ങൾ പോയതുകൊണ്ട് ഞാനത് പ്രത്യേകിച്ച് പറയുന്നില്ല. സാറിന്റെ ജന്മദിനത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഓക്കെ, നന്ദി. ശരി. ഡോക്ടർ വളരെ IFPH നമുക്ക് വളരെ വിലയേറിയ വ്യക്തി തന്നെയാണ്. ഷബീർ ഡോക്ടർ ഉണ്ടോ? ഉണ്ട്. റെസ്പോണ്ട് എവിടെയെങ്കിലും മ്യൂട്ടായിട്ട് അനങ്ങാതിരിക്കുക. അല്ല, സാറിനെ പോലെ വലിയ കുടുംബത്തിന്റെ ഗൃഹനാഥനായിട്ട് ഇപ്പൊ അങ്ങനെ വിരാജിക്കുകയാണ്. അപ്പൊ സമയം കിട്ടാൻ വഴിയില്ല. എവിടെയെങ്കിലും വഴിയിൽ പെട്ട് കാണുമോ? ആ, പുള്ളി വലിയ മുതലാളി കൂടെയാണ് സാറേ. നമ്മൾ വിചാരിക്കുമ്പോ അല്ലല്ലോ, ഒരു വലിയ മനുഷ്യനാണ്, വലിയ ആളാണ്. എബ്രാഹിം ഡോക്ടർ അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? ആ ഈ ഹരിഹരൻ സാറിന്റെ മീറ്റിംഗിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞാല് എനിക്ക് വ്യക്തിപരമായിട്ട് കൂടുതൽ അറിയുന്നില്ലെങ്കിലും നമ്മൾ ആദ്യം സാറൊക്കെ വരുമ്പോഴേ നമ്മൾ ഗസ്റ്റായിട്ട് വിളിക്കാനുള്ള അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു, സീനിയർ അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന്. അദ്ദേഹത്തെ ഇപ്പം ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പുള്ളിക്ക് ഇത് കൊടുത്തത്. അപ്പൊ പുള്ളിക്ക് കയറാൻ പറ്റില്ല. എൻ്റെ അടുത്ത് എന്താ നേരത്തെ പറയാൻ ഹരിഹരൻ സാറൊക്കെ വരുമ്പോൾ വരുന്നതായിരുന്നു പറഞ്ഞു. അപ്പോൾ സീനിയർ അഡ്വക്കേറ്റുമാരുടെയൊക്കെ ഹരിഹരൻ സാറിന് ഇത്ര വലുതാണ് എന്നറിഞ്ഞപ്പോൾ നമുക്ക് ഹരിഹരൻ സാറിനെയൊക്കെ കിട്ടുക എന്നുള്ളത് നമ്മുടെ ചെറുനാളൊക്കെ വരിക എന്നുള്ളത് വളരെ ഭാഗ്യമായിട്ട് തോന്നി. അപ്പം അത്രയും വലിയ വ്യക്തിത്വത്തെ ആദരിച്ച നമ്മുടെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. സാറ് പോയെങ്കിലും സാറിന്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും തുടർന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, നന്ദി. അപ്പൊ ഈ പരിപാടിയിലേക്ക് എത്തിച്ചത് കേരളത്തിലെ വാർത്തയാണ്. രാവിലെ പത്രം നോക്കുന്ന കൂടുതൽ ഇങ്ങനെ അവാർഡ് കൊടുക്കുന്നത് കണ്ടു. ഓട്ടോയാണ് നമ്മുടെ ആള് തന്നെയാണല്ലോ. അത്രയും പെട്ടെന്ന് അതിലേക്ക് ചിന്തിച്ചു. എന്തായാലും ദേവസാഹിത്യ ഒത്തുകൂടി എന്നുള്ള സത്യമാണ്. ഇനി അതുപോലെ ഈ ജൂൺ മാസത്തിൽ ഒരു 3-4 പൊതു പരിപാടികൾ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 1-ാം തീയതി നമ്മുടെ 2100-ാം ദിവസമാണ്. അതിനുള്ള സന്നാഹങ്ങൾ പ്ലാൻ എയും പ്ലാൻ ബിയും റെഡി ആയിട്ടുണ്ട്. ഇത് ഏതെങ്കിലും വർക്ക് ചെയ്യാൻ മുമ്പോട്ട് തീർച്ചയായിട്ടും പോകും. പിന്നെ 5-ാം തീയതി പരിസ്ഥിതി ദിനമാണ്. പരിസ്ഥിതിയുടെ ആരോഗ്യം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ഷർമത് ഖാൻ ഒരു പ്രഭാഷണം നടത്തുന്നതാണ്. അതുപോലെ 7-ാം തീയതി ഭക്ഷ്യസുരക്ഷാ ദിനമാണ്. നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിഷയമാണ് ഭക്ഷ്യസുരക്ഷ. നമുക്ക് എല്ലാവർക്കും 3 നേരം ആഹാരം കഴിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ കൂടിച്ചേർന്നാലേ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നഭുജ്യതേ വ്യാകരണം സുധാതുരേ, ആഹാരം കഴിച്ചില്ലെങ്കിൽ പഠിത്തമൊക്കെ വ്യർത്ഥമാകും എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അങ്ങനെ പ്രോഗ്രാം 7-ാം തീയതി വെച്ചിട്ടുണ്ട്. അതുകൂടെ 21-ാം തീയതി അന്താരാഷ്ട്ര യോഗ ദിനമാണ്. അതിനെക്കുറിച്ചുള്ള പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നുണ്ട്. 29-ാം തീയതി ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമാണ്. അപ്പം മെഡിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പ്രാധാന്യം നമ്മൾക്ക് അധികം അറിഞ്ഞാത്ത വിഷയമാണ്. ഇത് വെച്ചിട്ടാണ് പലരും ഒരുപാട് ശാസ്ത്രീയമായി സംസാരിക്കാറുള്ളത്. അപ്പൊ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒരു സെഷൻ കൂടി 29-ാം തീയതി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇത്രയും പറയാനുള്ളത്. നമുക്ക് ധനേഷ് ഡോക്ടറെ പ്രോഗ്രാം നന്ദി പറയാൻ ക്ഷണിക്കാം. ഡോക്ടറെ. നന്ദി ഡോക്ടറെ. IFBH സംഘടിപ്പിച്ചു വരുന്ന ഇടതടവില്ലാതെ ഈ പരിപാടികളുടെ 2091-ാം ദിനമായ ഇന്ന് വളരെ ഗംഭീരമായ ഒരു പരിപാടിയാണ് നമുക്കിവിടെ നടത്താൻ പറ്റിയത്. അത് നമ്മുടെ പ്രിയങ്കരനായ ജസ്റ്റിസ് MR ഹരിഹരൻ നായർ സാറിന് വേണ്ടി അദ്ദേഹത്തിന്റെ ശതാബ്ദി അല്ല സാറേ, ജന്മദിനം അല്ല, അഭിഷിക്തനാവുക എന്ന് പറയും. അഭിഷിക്തനാകുക, ശതാഭിഷിക്തൻ. അത് 84 വയസ്സാകുമ്പോൾ 1000 പൂർണ്ണേന്ദ്രന്മാരെ കണ്ടു എന്ന അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത്. അതെ, അങ്ങനെയുള്ള പ്രത്യേക ഒരു പരിപാടിയാണ് ഇന്ന്. ഇത് കണ്ടുപിടിച്ച് നടത്താൻ തീരുമാനിച്ചത് മനോജ് ഡോക്ടർക്ക് പ്രത്യേക ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം നമ്മള് പല പരിപാടികളും പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ പരിപാടി ഇനിയും തുടരുന്നതെന്ന്. ഇതിനൊക്കെയുള്ള ഉത്തരവാണ് ഈ പരിപാടി. കാരണം ഇതുപോലുള്ള പരിപാടികൾ നമ്മളുടെ ഹോമിയോപ്പതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒത്തിരി ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. ജിനു ഡോക്ടർ എന്തോ സംസാരിക്കാൻ ആഗ്രഹിച്ച ഇല്ല, ഞാൻ എന്നെ വിളിച്ചപ്പോ എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് ഹാൻഡ് റൈസ് ചെയ്തതാണ്. എന്തായാലും അദ്ദേഹത്തിനെ പോലത്തെ ഒരാള് നമ്മളുടെ കൂട്ടത്തില് ജോയിൻ ചെയ്യുകയും ഇത്രയും പ്രോഗ്രാമിന് നമ്മുടെ കൂടെ
പങ്കാളിയാവുകയും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ ഉണ്ടാകുകയും ചെയ്തതിന് വലിയ സന്തോഷം. പിന്നെ മനോജ് ഡോക്ടർക്ക് ഇനി ഞാൻ ഓർക്കുന്നത് ഇനി സ്പെഷ്യൽ ഡേയ്സിന്റെ ഇമ്പോർട്ടൻസ് കണ്ടുപിടിക്കുന്നതിൽ വല്ല PhD എടുക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ ഇനി മനോജ് ഡോക്ടർക്ക് വരുന്നുണ്ട്. കാരണം വരുന്നതായ ആ ഇമ്പോർട്ടന്റ് ഡേയ്സ് എല്ലാം കണ്ടുപിടിക്കുകയും അതെല്ലാം ഒരു പ്രോഗ്രാം മാറ്റിയൊക്കെ ചെയ്യുന്ന അത് പ്രത്യേകിച്ച് ഓരോരോ പ്രോഗ്രാം കഴിയും തോറും അതിലോട്ട് നന്നായി വരുന്നുണ്ട്. എല്ലാ മെമ്പേഴ്സിനും ഇതിങ്ങനെ ഈ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇങ്ങനെ വെക്കാൻ തോന്നിയതിനും ഒക്കെ എല്ലാവരോടും നന്ദി പറയുന്നു. ഇനി ധനേഷ് ഡോക്ടർക്ക് തുടരാം. താങ്ക് യു. അപ്പം ഇന്ന് ശതാഭിഷക്തനാകുന്ന നമ്മുടെ MR ഹരിഹരൻ നായർ സാറിനെ ഒരിക്കൽ കൂടി IABHന്റെ പേരിലും എൻ്റെ പേരിലും ആശംസകളും സാറിന് ആരോഗ്യവും നേർന്നുകൊണ്ട് നമുക്ക് ചടങ്ങിലോട്ട് കിടക്കാം. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ആസൂത്രണം ചെയ്ത മനോജ് ഡോക്ടർക്ക് തന്നെയാണ് ആദ്യത്തെ നന്ദി രേഖപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പ്രോഗ്രാമിന് സ്വാഗതം പറഞ്ഞ നമ്മുടെ വൈസ് പ്രസിഡന്റായ ഡോക്ടർ ഷാജി കൂടിയത്ത്, നമ്മുടെ അധ്യക്ഷ പ്രസംഗം നടത്തിയ നമ്മുടെ പ്രിയങ്കരനായ ഇസ്മായിൽ സൈഡ് സാർ, അതിനുശേഷം വളരെ നല്ല രീതിയിൽ നമുക്ക് വേണ്ടി ആശംസകൾ പറഞ്ഞ ശ്രീ SH പഞ്ചാബകേശൻസ് സാർ, അദ്ദേഹം മുൻ ജില്ലാ ജഡ്ജിയും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ലീഗൽ അഡ്വൈസർ ആണ് KCBയുടെ. അതുപോലെ തന്നെ ഡോക്ടർ സജീദ് സാറ് അഡീഷണൽ ഡയറക്ടർ RCC. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ വേദിയിൽ എത്തുമ്പോൾ നമ്മുടെ വേദിക്കുണ്ടാകുന്ന ഒരു പ്രസരിപ്പ് വളരെ മനോഹരമാണ്. അതെത്ര പറഞ്ഞാലും നമുക്കാർക്കും ചിന്തിക്കാൻ പറ്റാത്ത വ്യക്തിത്വങ്ങളാണ് നമ്മുടെ വേദിയിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എപ്പോൾ വിളിച്ചാലും നമ്മോടൊപ്പം വരുന്ന ഡോക്ടർ NV ശാരദാകൃഷ്ണ, ഡോക്ടർ സുഗതൻ, അദ്ദേഹം ശാരദാകൃഷ്ണ ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പൽ ആകുന്നു. അതുപോലെ തന്നെ നമ്മുടെ വേദിയിൽ നമുക്ക് എപ്പോഴും നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയും നമ്മുടെ അഡ്വൈസറി ബോർഡ് മെമ്പർ ആയ ശ്രീ പരീത് ബാവഖാൻ സാറിനെ കുറിച്ച് പറയുമ്പോൾ, സാറ് മുൻ അഡീഷണൽ കമ്മീഷണർ ഫോർ റൂറൽ ഡെവലപ്മെന്റ് ആൻഡ് ഡയറക്ടർ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഒക്കെ ആയിരുന്നു. അദ്ദേഹം ഒത്തിരി കാര്യങ്ങളാണ് IABHന് മേടിച്ച്. പിന്നെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ശ്രീ അബ്ദുൽ സലാം സാർ, അദ്ദേഹം പൂർവാധികം ആരോഗ്യത്തോടുകൂടി നമ്മോടൊപ്പം എത്തിയിട്ടുണ്ട്. അദ്ദേഹം എപ്പോഴും നമുക്ക് ഒത്തിരി ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളുടെ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ സാർ ഇടപെട്ട് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. സാറിനും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതെല്ലാം കൂടി ഇതിനോടൊപ്പം തന്നെ ഇവിടെ മറുപടി പ്രസംഗം പറഞ്ഞ ഹരിഹരൻ സാറ്, അദ്ദേഹം നല്ലൊരു ഗാനം ഈ വേദിക്ക് വേണ്ടി എഴുതി തയ്യാറാക്കുകയും അത് ആലപിക്കുകയും അതിന്റെ മ്യൂസിക്കൽ സെഷൻ വരെ ഇവിടെ അവതരിപ്പിച്ചു. അതിലും അത് സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വേദിയിൽ സംസാരിച്ച ശ്രീ ഡോക്ടർ പ്രശോഭൻ, അതുപോലെ ഡോക്ടർ അജനി മാളിയേക്കൽ, ഡോക്ടർ എബ്രഹാം വൈദ്യൻ, ഡോക്ടർ ഷീല പ്രേം, അങ്ങനെ ഉള്ള എല്ലാവർക്കും IABHന്റെ പേരിലും എൻ്റെ പേരിലും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാവർക്കും നന്ദി. അങ്ങനെ 2021 ദിവസത്തെ പരിപാടിയുടെ അവസാനിക്കുകയാണ്. ആരുടെയും ക്ലോക്ക് തെറ്റേണ്ട, നമുക്ക് പരിപാടി നിർത്താം. നാളെ ദിവസം വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.